അത് ഇനിയിപ്പോൾ പുള്ളി ഒരു സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരുമായിരിക്കും, പുള്ളിക്ക് മാനസിക നില ശരിയല്ല എന്നുള്ളതിന്. ഇതൊക്കെ ഈസി ആയിട്ട് തടി തപ്പാനായിട്ടുള്ള ഓരോ മാർഗങ്ങളായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കള്ളു കുടിച്ചു കഴിഞ്ഞ് എന്തും പറയാം, എന്തും പറയുന്നതിനുള്ളൊരു ലൈസൻസ് ഉണ്ടോ? മാത്രമല്ല, ആ മദ്യലഹരിയിൽ അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അതിന് ആര് സമാധാനം പറഞ്ഞേനെ? അപ്പോൾ അതൊന്നും ഈ പറയുന്ന ന്യായങ്ങളൊന്നും അംഗീകരിക്കാവുന്ന കാര്യങ്ങളല്ല. മദ്യലഹരിയിൽ ഒരാൾക്ക് ആരെയും വിളിച്ച് എന്ത് വേണമെങ്കിലും പറയാവോ? അതും ഞാനൊരു പ്രൊഡ്യൂസറാണ്, ഒരു നിർമ്മാതാവാണ്. എൻ്റെ അച്ഛനും ഒരു പ്രൊഡ്യൂസറാണ്, 2 സിനിമകൾ ചെയ്തിട്ടുള്ള നിർമ്മാതാവാണ് എൻ്റെ അച്ഛനും. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും വളരെ മോശമായിട്ട് പറയുകയും ഇതൊക്കെ ചെയ്തിട്ട് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ യൂണിയനിൽ ഇങ്ങനെ ഇതിട്ടിട്ട് അതിനകത്ത് ചർച്ച നടക്കുകയാണ് ഉണ്ടായത്. ആ ചർച്ചയുടെ ബാക്കി വിവരങ്ങളും എൻ്റെ അടുത്തുണ്ട്. ഞാൻ എല്ലാം കൂടെ പുറത്തേക്ക് വിടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് മാത്രം തന്നത്. അതല്ലാതെ അവരതിനകത്ത് ഒരു നടപടി എടുത്തില്ല. മാത്രമല്ല, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് അവിടെ ഉണ്ടായ ഒരു ചർച്ച. ഇതുപോലുള്ള ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു സംഘടന കൂടിയാണ് അത്. ഇപ്പം തന്നെ നോക്കൂ എത്ര ഈ കേസുകളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഫെഫ്ക മെമ്പേഴ്സ് അല്ലേ. ഇപ്പം നടിയെ ആക്രമിച്ച കേസ് മുതൽ എടുത്തു നോക്കിക്കോളൂ, എല്ലാ കേസുകളിലും. ഇപ്പം ഈ അടുത്ത് തന്നെ ഒരു മേക്കപ്പ് മാനെ അറസ്റ്റ് ചെയ്തില്ലേ, അദ്ദേഹം നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ മേക്കപ്പ് മാൻ്റെ അനിയനാണ്. അപ്പോൾ അത്രയും അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ ഫെഫ്ക മെമ്പേഴ്സാണ്. അപ്പോൾ ഇതൊന്നും ഫെഫ്ക അറിയുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അനുഭവമാണ്. ഞാൻ ഇത്രയും നാൾ സിനിമ ചെയ്ത ഞാൻ 1-2 സിനിമ ചെയ്ത ഒരു നിർമ്മാതാവല്ല. ഞാൻ 15 വർഷമായിട്ട് ഇവിടെ സിനിമ ചെയ്യുന്ന, സ്റ്റേറ്റ് അവാർഡും ക്രിട്ടിക്സ് അവാർഡും വരെ കിട്ടിയിട്ടുള്ളൊരു നിർമ്മാതാവും കൂടെയാണ്. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഞാൻ എത്രയോ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്നു. അതിൽ 1-2 പേര് മാത്രമാണ് വളരെ ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇതിനകത്ത് ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്നവരില്ല എന്നല്ലാട്ടോ അതിനർത്ഥം. ഉണ്ട്. ഇപ്പോൾ രാജൻ ഫിലിപ്പ്, എൻ്റെ എടക്കാട് ബറ്റാലിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഇല്ല എന്നല്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും ഒരു നിർമ്മാതാവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തെ പറ്റിച്ച് അടുത്ത സിനിമ നിർമ്മിക്കാം എന്ന ചിന്താഗതിയോടുകൂടിയാണ് ഒരു നിർമ്മാതാവിനെ സമീപിക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടല്ലല്ലോ നമുക്ക് നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പം പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും നിങ്ങൾക്ക് കാണാം, ഇത് കഴിയുമ്പം അടുത്ത സിനിമ നിർമ്മിക്കുന്നവരായിരിക്കും. വളരെ താഴ്ന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർ സിനിമ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും സിനിമ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവണം, സിനിമ ചെയ്യണം. പക്ഷെ ഒരു വ്യക്തിയെ ഇല്ലാണ്ടാക്കി അവരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടല്ല അവരുടെ സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം തെറ്റായ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത് ശരിയാണ്. ആ പറഞ്ഞ നിലപാടിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു.